സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണമൊരുക്കാനുള്ള ചുമതല ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിക്ക് തന്നെ. കഴിഞ്ഞ തവണത്തെ നോൺ വെജ് വിവാദത്തെ തുടർന്ന് കലാമേളയിൽ ഇനി ഭക്ഷണമൊരുക്കാനില്ലെന്ന പഴയിടം നേരത്തെ പറഞ്ഞിരുന്നു. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പൂ എന്ന സർക്കാർ വ്യക്തമാക്കിയതോടെയാണ് പാചകത്തിനുള്ള ടെൻഡറിൽ പഴയിടം പങ്കെടുത്തത്. താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നും പഴയിടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു. ജനുവരി 3-ന് കൊല്ലത്ത് കലോത്സവ കലവറയിൽ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അടുത്ത വർഷം മുതൽ കലോത്സവ ഭക്ഷണത്തിൽ നോൺ വെജ് വിഭവങ്ങളും ഉൾപ്പെടുത്തുമെന്ന് കഴിഞ്ഞ തവണ മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇനി കലോത്സവത്തിന് ഭക്ഷണമൊരുക്കാനില്ലെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി അറിയിച്ചത്. വിവാദങ്ങൾ വല്ലാത്ത ആശങ്കയുണ്ടാക്കിയെന്നും നോൺ വെജ് വിവാദത്തിന് പിന്നാലെ വർഗീയ അജണ്ടയാണെന്നും പഴയിടം മോഹനൻ നമ്പൂതിരി അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായതോടെയാണ് പഴയിടം വീണ്ടും കലോത്സവത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. ഇറച്ചിയും മീനും വിളമ്പാൻ കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വാഗ്ദാനം നൽകിയത്. എന്നാൽ ഇത്തവണയും സസ്യാഹാരം മാത്രം നൽകാനാണ് തീരുമാനമെന്ന് മന്ത്രി കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. വോളണ്ടിയർമാരും ട്രെയിനിംഗ് ടീച്ചർമാരും ഉൾപ്പെടെയുള്ളവർ ഭക്ഷണപ്പന്തലിൽ ഭക്ഷണം വിളമ്പുമെന്നും അറിയിച്ചു. അനുഭവ പരിചയമുള്ള അധ്യാപകരും ഒപ്പമുണ്ടാകണം. അക്രഡിഷനുള്ള മാധ്യമപ്രവർത്തകർക്കും ഫോട്ടോഗ്രാഫർമാർക്കും മാത്രമാണ് കലോത്സവ വേദിയിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടവും സജ്ജമാക്കും. മത്സരവേദിക്ക് മുന്നിൽ നവമാധ്യമപ്രവർത്തകർ കൂടി നിന്ന് മത്സരാർത്ഥികൾക്ക് ശല്യമാകുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് ഇത്. മാധ്യമപ്രവർത്തകരെ ഗ്രീൻ റൂമിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുമില്ല. ഈ അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. ജനുവരി 4 മുതൽ 8 വരെയായിരിക്കും കലോത്സവം. അതേസമയം സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 16 മുതൽ 20 വരെ തൃശൂരിൽ നടക്കും. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നവംബർ 9, 11 തീയതികളിലായി എറണാകുളത്ത് വെച്ചും നടക്കും. ശാസ്ത്രോത്സവം നവംബർ 30 മുതൽ ഡിസംബർ 3 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു.